സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാർ, അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ചില വാർത്തകൾ, അതായത് വിശ്വാസികളുടെ പണം, അവരുടെ പ്രയത്നം, പ്രാർത്ഥന ഒക്കെ കൊണ്ട് നിർമ്മിച്ച രാമക്ഷേത്രം ഇത്രയും വലിയൊരു അഴിമതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ശരിക്കും ഭരണാധികാരികൾ അത് പറയേണ്ടതല്ലേ? രണ്ട്, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥൻ വീണ്ടും മത്സരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് ഇത് എത്രത്തോളം തിരിച്ചടിയാകും? കാര്യം ഇതൊരു വലിയ തട്ടിപ്പെന്നാണ് പറയുന്നത്. സാർ ഒന്ന് ഡീറ്റെയിൽ ആയി പറയാമോ? എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് ഈ ഒരു സംഭവം തന്നെ ആയിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് ഒരുപക്ഷെ വിദഗ്ധമായി ഉപയോഗിക്കാൻ പോകുക. കാരണം ഇതിപ്പോ ഈ കോടിക്കണക്കിന് രൂപയുടെ, അത് എണ്ണമില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ തിരിമറികളും അതോടൊപ്പം തന്നെ വിലമതിക്കാനാകാത്ത രീതിയിലുള്ള വജ്രം, രക്തം, സ്വർണം തുടങ്ങിയിട്ടുള്ള ലോഹങ്ങളുടെയും ഒക്കെ ശേഖരമാണ് ഈ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഒന്ന് കുമിഞ്ഞുകൂടിയത്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഹിന്ദുമത വിശ്വാസികളായ അല്ലെങ്കിൽ രാമന് ദൈവമായി കാണുന്ന ഒരു സമൂഹത്തിന്റെ ഒരു അർച്ചനയായിട്ടോ അർപ്പണമായിട്ടോ ഒക്കെയാണ് അതിനെ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുമതം ഇത്ര ജീർണതയിലേക്ക് കൂട്ടുകുത്തിയത് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റിയ ഒരു അവസരം കൂടിയാണ്. കാരണം ഇതിന്റെ ഇത്തരം ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ആ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും അത് പ്രതീകാത്മകമായി എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെന്നും അതിന് സമൂഹവുമായുള്ള ബന്ധവും സമൂഹത്തിലെ മനുഷ്യരും അതേപോലൊപ്പം അതിനെ മറ്റ് ഘടകങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒട്ടേറെ ശാസ്ത്രീയമായ തലങ്ങൾ ഇതിനുണ്ട്. പക്ഷേ കാലാന്തരത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർ, ഇത് അറിയാൻ വയ്യാത്തവരാകുമ്പോൾ അവിടെ വന്ന് കുമിഞ്ഞുകൂടുന്ന ഈ ധനം, അങ്ങനെയാണ് ഈ അമ്പലം വിഴുങ്ങികൾ എന്നുള്ള പേര് വരുന്നത്. ഇത് അയോധ്യയിൽ മാത്രമല്ല ശബരിമലയിൽ കാണുന്നത് ഇത് തന്നെയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, അവരിൽ സമൂഹം വലിയധികം ഒരു ദൈവികത്വവും അതോടൊപ്പം തന്നെ ഒരു അധികാരവും പവിത്രതയും ഒക്കെ കൽപ്പിക്കും. ഈ പവിത്രതയും അധികാരവും ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് അതിന് കേടുപറ്റാതെ അവർ സൂക്ഷിക്കും. ബിരുദന്മാരാണ് അവര്. എന്നിട്ട് അതിനകത്ത് നിന്നിട്ടാണ് ഈ ഭക്തരുടെ ഈ ധനം ശേഖരിച്ചിരിക്കുന്നത്. ഇത് എക്കാലത്തും ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ്. മാത്രമല്ല പുരാതന കാലം തുടങ്ങിയിട്ട് ഈ ക്ഷേത്രങ്ങളായിരുന്നു നമ്മളുടെ രാജ്യത്തിന്റെ ഖജനാവുകളായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് ഈ എവിടെയെല്ലാം ധനം വന്ന് കുമിഞ്ഞുകൂടുമോ അവിടെ ഏത് കാലത്താണെങ്കിലും, എത്ര സത്യകാലത്തിലാണെങ്കിൽ പോലും അവിടെയും ചെറിയ രീതിയിലേക്ക് നടക്കും. പക്ഷെ അതിന്റെ അളവ് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അയോധ്യ രാം ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ്, അതിന്റെ ചെയർമാൻ ഇപ്പോ മഹന്ത് നൃത്യ ഗോപാൽ ദാസിനോട് അയോധ്യ വിട്ടുപോകരുതെന്ന് ഇപ്പോ SIT അല്ലെങ്കിൽ UP ഗവൺമെന്റ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രാമക്ഷേത്ര നിർമ്മാണം, ഈ അയോധ്യ രാമക്ഷേത്രം ഇന്ത്യയുടെ വർത്തമാനകാല ചരിത്രത്തിൽ വഹിച്ച പങ്ക് ആലോചിച്ച് നോക്കുക. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ രൂപീകരണത്തിലും അതിന്റെ വികാസത്തിലും അതോടൊപ്പം തന്നെ അതിനെ ഭരണത്തിലേറിയതിലും ഭരണത്തിൽ തുടരുന്നതിലും ഏറ്റവും കൂടുതൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു സംഗതിയാണ് ഈ അയോധ്യ രാമ ജന്മഭൂമിയും. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ സംഗതിയാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതാണെങ്കിലും അതിനു മുമ്പുള്ള ഈ കർസേവ യാത്രയാണെങ്കിലും അങ്ങനെ വലിയൊരു സാമൂഹിക പ്രക്രിയയിലൂടെ ഇന്ത്യൻ ജനതയുടെ ഒരു നല്ല ശതമാനം, അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളായ ഇന്ത്യൻ ജനതയുടെ ഒരു ഏകീകരണവും അതോടൊപ്പം തന്നെ ഊർജ്ജസ്വലമാക്കലും എല്ലാം നടന്ന് വന്ന ഒരു വലിയൊരു സാമൂഹിക പ്രക്രിയയും ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഗതിയാണ് 2020 സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നിട്ട് രാമക്ഷേത്ര നിർമ്മാണങ്ങൾ സംഭവിക്കുന്നതും അതിനൊരു ട്രസ്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ട്രസ്റ്റിന്റെയൊക്കെ ചെയർമാനെ ആൾക്കാർ ഈ കാണുന്നത് അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഈ കോടിക്കണക്കിന് രൂപയുടെ വജ്രവും സ്വർണവും രൂപയും ഒക്കെ കൊണ്ട് തള്ളുന്നത്. ഇപ്പൊ നടക്കുന്ന അന്വേഷണം ആരംഭിച്ചത്
7 കോടി മുതൽ 12 കോടി രൂപ വരെയുള്ള ഈ അവിടെ വന്ന ആൾക്കാരുടെ ഈ ആരാധകരുടെ അല്ലെങ്കിൽ ഭക്തരുടെ സംഭാവനയിൽ നടന്ന തിരിമറി സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കൊടും കൊള്ള അവിടെ നടന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ ഏകദേശം ഏതാനും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണം എണ്ണി ഈ സംഭാവന എണ്ണി തിട്ടപ്പെടുത്തുന്ന വ്യക്തികളുടെ ചില വീട്ടിൽ നിന്ന്, അതായത് സാധാരണ ഒരു കയറി വന്നു കഴിഞ്ഞാൽ ഒരു 500-600 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കും മാക്സിമം. ഇപ്പൊ UP-യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അമ്പലത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ പരിമിതമായ തുകയ്ക്ക് വർക്ക് ചെയ്യുന്നവരായിരിക്കും. 400 കേരളത്തിലെ പോലെ ഉണ്ടാവില്ല. അപ്പൊ ഈ 400-500 ഒക്കെ രൂപയ്ക്ക് ഒരു ദിവസം പരമാവധി, കാരണം അമ്പലമായതുകൊണ്ട് അത്ര ഉണ്ടാവുമെന്നെ സംശയമാണ്. അങ്ങനെ വർക്ക് ചെയ്യുന്നവരില് ഈ പണം എണ്ണാനായിട്ട് നിയോഗിക്കപ്പെടുന്നവരെന്നൊക്കെ പറയുന്നത് കഷ്ടിച്ച് എണ്ണ അറിയുന്നവരും അതോടൊപ്പം ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്ത് ചേർന്ന് നിൽക്കുന്നവരുമായിരിക്കും. അപ്പൊ അവരുടെ ഒരാളുടെ വീട്ടിൽ തന്നെ 20 ലക്ഷം രൂപ നോട്ടായിട്ട് ഇനി കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. വെറും ഒരു താഴേക്കടയിലെ ജീവനക്കാരന്റെ പണം എണ്ണുന്ന ജോലിക്കാരന്റെ വീട്ടിൽ നിന്ന് തന്നെ 20 ലക്ഷം രൂപ പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കൊള്ളയുടെ വ്യാപ്തി എത്രമാത്രം ഉണ്ടെന്ന്. മാത്രവുമല്ല, അവിടുത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവനക്കാരുടെ എല്ലാം ജീവിത ശൈലിയില് അതിഗംഭീരമായ കുതിച്ചുചാട്ടം ജീവിത ശൈലിയിൽ ഉണ്ടായിരിക്കും. അതും ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് 200 കോടിയോളം രൂപയുടെ ഈ അടിച്ചുമാറ്റൽ അല്ലെങ്കിൽ കൊള്ളയാണ് ഇപ്പൊ ഏകദേശം അവിടുത്തെ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏകദേശം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ചെയർമാൻ ഈ മഹന്ത് നൃത്യ ഗോപാൽദാസിനോട് അവിടെ അയോധ്യ വിട്ടുപോകരുതെന്നും ഭരണസമിതി അവരോട് വിട്ടുപോകരുതെന്നും പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഇവരെ അറസ്റ്റ് ചെയ്ത് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ട്രസ്റ്റിന്റെ ചെയർമാനൊക്കെയാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തില് മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള ആ കേന്ദ്ര ബിന്ദുവിൽ ഇരുന്നുകൊണ്ട് ദൈവതുല്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു പദവിയൊക്കെ അലങ്കരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപനങ്ങൾ ഇറക്കിയിരിക്കുന്നതൊക്കെ. അപ്പൊ ഇത് ഈ ശബരിമലയിൽ നടന്നതിന്റെ ഒരു വലിയൊരു രീതി എന്ന് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ. ഇത് എല്ലാ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. ഇത് ശരിക്കും കാണിക്കുന്നത് ഈ മതത്തിന്റെയും അതേപോലെ തന്നെ ആചാരങ്ങളുടെയും മറവിൽ യഥാർത്ഥത്തിൽ എന്താണോ ഈ ഹൈന്ദവ മതം മുന്നോട്ട് വയ്ക്കുന്നത് അതിനെ മറച്ചു, അതിന്റെ ഒരു മുഖംമൂടിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തുന്ന വൃത്തികേടുകളുടെയും ജീർണതകളുടെയും ഒരു നേർമുഖമാണ്. അപ്പൊ ഇവിടെ UP ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കാൻ പോകുന്നത് വീണ്ടും രാമന്റെ പേരിലായിരിക്കും യോഗി ആദിത്യനാഥ് വീണ്ടും ഇനി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കാര്യം രാമനെ കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ തുറുങ്കലടയ്ക്കും എന്ന ഒരു മുദ്രാവാക്യത്തിന്റെ മുഴക്കം ഇപ്പൊ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിയമനത്തിലും അതേപോലെ ഈ പോലീസ് ആ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടെ നടത്തിയ റെയ്ഡിന്റെ പിന്നിലും അതേപോലെ ഈ മഹന്ത് നൃത്യപാൽ ഗോപാൽദാസിനോട് അവിടെ വിട്ടുപോകരുത് എന്ന് പറഞ്ഞ പ്രഖ്യാപനത്തിലും ഒക്കെ നാം കാണുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള യോഗി ആദിത്യനാഥിന്റെ ഒരു മുദ്രാവാക്യത്തിന്റെ മുഴക്കം ശബ്ദമാണെങ്കിലും അതിശക്തമായിട്ട് കേൾക്കാൻ കഴിയും. അതായത് രാമന്റെ സ്വത്ത് കൊള്ളച്ചവരെ തുറുങ്കിലടച്ച ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും യോഗി ആദിത്യനാഥ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോവുക. അതിന്റെ എല്ലാ പിന്നൊരുക്കങ്ങളുമാണ് ഇപ്പോൾ നാം കാണുന്നത്. അതോടൊപ്പം തന്നെ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇപ്പൊ RSS നേതൃത്വമാണെങ്കിൽ എല്ലാവർക്കും തന്നെ യഥാർത്ഥത്തിൽ ഉത്തരം മുട്ടിയ ഒരു സംഭവം കൂടിയാണ് ഈ കൊള്ളയുടെ ഈ രാം ജന്മഭൂമി ക്ഷേത്രത്തിന്റെ കൊള്ളയുടെ ഈ വാർത്ത പുറത്തു വരുന്നത്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടത് ഈ അയോധ്യയിലുള്ള ഈ ട്രസ്റ്റിന്റെ ആൾക്കാരെയും അതോടൊപ്പം തന്നെ ഈ ട്രസ്റ്റിന്റെ നടത്തിപ്പുകാരെ കുറിച്ചുമൊക്കെ ഈ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. കാരണം അതുകൊണ്ട് തന്നെയാണ് അയോധ്യയും രാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് പോലും BJPക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അത് സൂചിപ്പിക്കുന്നത് ഈ രാമക്ഷേത്രത്തിനെ നയിക്കുന്നവരും അതിന്റെ ഈ പറഞ്ഞതുപോലെ നടത്തിപ്പുകാരെ കുറിച്ചുമുള്ള പ്രാദേശികമായ ധാരണ കൂടി ആ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കുന്നു. മറിച്ച് ഇന്ത്യയെ മുഴുവൻ സ്വാധീനിച്ച അയോധ്യ രാമക്ഷേത്രം അല്ലെങ്കിൽ അയോധ്യ രാമ ജന്മഭൂമി അത് ഏതെങ്കിലും ഒരു ചെറിയ ശതമാനമെങ്കിലും ഈ
അയോധ്യയിൽ പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ എവിടെ തോറ്റു കഴിഞ്ഞാലും BJP അയോധ്യയിൽ തോക്കില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചത്, നമ്മുടെ മലയാളത്തിലൊരു സിനിമയുണ്ട്, മഹേഷൻ തൊട്ടിമുതലം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ. അതിനകത്ത് ഒരു കഥാപാത്രം പറയുന്നുണ്ടല്ലോ, നമ്മുടെ എന്താണ് അയാളുടെ വിഗ്രഹങ്ങളെ അടുത്തറിയുമ്പോൾ ഉടഞ്ഞു പോകുന്നു അല്ലെ, അങ്ങനത്തെ ഒരു വാക്ക് പറയുമല്ലോ അല്ലെ. ആ വിഗ്രഹങ്ങളെ അടുത്തറിയുമ്പോൾ ഉടഞ്ഞു പോകുന്നു പറയുന്നത് പോലെ ഈ അയോധ്യയിലെ ജനങ്ങൾക്ക് അയോധ്യയെ രാമക്ഷേത്രത്തെ കുറിച്ച്, രാമക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരെ കുറിച്ചും അവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെങ്കിൽ അവിടെ BJP പരാജയപ്പെടാൻ കാരണം. രണ്ടായാലും ഈ BJP നേതൃത്വത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ പോലെയല്ല. വീണ് കിട്ടുന്ന പ്രത്യക്ഷത്തിൽ പ്രതികൂലമെന്ന് തോന്നുന്ന ഏത് സാഹചര്യങ്ങളെയും അതിവിദഗ്ധമായി അനുകൂലമാക്കി വോട്ട് നേടാനുള്ള ഒരു ശേഷി ഈ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് മണിശങ്കർ അയ്യർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഇത് ചായയടിക്കാരന്റെ ഏർപ്പാടല്ല പ്രധാനമന്ത്രി പദം, ചായവാല എന്ന ആ ചായവാല ഇന്നും BJP അത് അവരുടെ വിജയത്തിനുള്ള മൂലധന നിക്ഷേപമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ അയോധ്യയിലെ ഈ കൊള്ള, ഈ കൊടുങ്കൊള്ള, ഈ 200 കോടിയോ അതിനേക്കാൾ ഏറെയോ ഈ കഴിഞ്ഞ കുംഭമേള സമയത്താണ് അത്ര ഏറ്റവും കൂടുതൽ ഈ സംഭാവന ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടത്. അത് സാധ്യതയുണ്ട്. കാര്യം കുംഭമേളയ്ക്ക് വന്ന മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ, നല്ലൊരു ശതമാനം ആൾക്കാർ, എല്ലാ ആൾക്കാരുമല്ല, നല്ലൊരു ശതമാനം ആൾക്കാരും ഈ അയോധ്യയിലേക്കും പോയിരുന്നു. അതോടൊപ്പം തന്നെ സ്ഥിരം ടൂറിസ്റ്റ് സംഘങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളൊക്കെ ഈ അവിടെയുള്ള രത്നവ്യാപാരികളും മറ്റുമൊക്കെ വന്നിട്ട് ഈ കിഴിക്കണക്കിനാണ് രത്നങ്ങളും മറ്റുമൊക്കെ സംഭാവനയായിട്ട് കൊടുക്കുന്നത്. അപ്പൊ അത്രയുള്ള ഈ 200 കോടിയോ ചിലപ്പം നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന രീതി, ചിലപ്പോൾ ആയിരങ്ങൾ കിടക്കുന്ന കോടിയിലുള്ള സംഭാവനകളായിരിക്കണം അവിടെ നിന്ന് അടിച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത്. അതിന് പിന്നിൽ ഈ മഹന്ത് സമിതി മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. അതിന്റെ പിന്നിലും ചില രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെ ഉള്ള ശക്തികൾ ഉണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അത്തരം ശക്തികളെ കൂടി ഈ അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് നല്ല കാര്യം. രണ്ടായാലും ഇതിനകത്ത് കുറെ പേര് പിടിക്കപ്പെടും. ഇതിന്റെ കൊള്ളയടിക്കപ്പെട്ടവർ ജയിലിലാവും എന്നുള്ള ഉറപ്പാണ്. അതുപയോഗിച്ചായിരിക്കും അടുത്ത പ്രാവശ്യം യോഗി ആദിത്യനാഥ് വീണ്ടും UP-യിൽ തിരിച്ചു വരാം എന്ന കണക്കുകൂട്ടലിൽ കരുക്കൾ നീക്കുന്നത്. അതിന്റെ കരുനീക്കം കൂടിയാണ് നാം ഇപ്പോൾ കാണുന്നത്. നന്ദി. താങ്ക് യു സാർ.